ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് നമുക്ക് പൈൽ ചൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജസ് ഒരു വ്യത്യാസമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് രണ്ട് പൈലുണ്ട്. പൈൽ 1 ഏഞ്ചൽ നമ്പേഴ്സാണ് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് 111 ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 444 ചൂസ് ചെയ്യാം. പൈൽ 1 111 ആണ്, പൈൽ 2 444 ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട നമ്പർ നിങ്ങൾ ചൂസ് ചെയ്യൂ. നമ്മൾക്ക് ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾക്ക് എന്താണ് ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് നിങ്ങളുടെ ലൈഫിൽ എന്താ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. എനിക്ക് ഒരു സർപ്രൈസ് യൂണിവേഴ്സ് സർപ്രൈസ് നമ്മൾ കളയാൻ പാടില്ല, എന്നാലും നോക്കാം നമുക്ക് സർപ്രൈസ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ തരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹം നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ തരാൻ പോകുന്നത് നോക്കാം. സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ പൈൽ 1 പൈൽ 2 നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ഞാൻ പൈൽ 1 സ്റ്റാർട്ട് ചെയ്യും. 111 ആണ്. 111 എപ്പോഴും നമ്മൾ ന്യൂ ബിഗിനിങ്സ് എന്നാണ് പറയുക, പുതിയ തുടക്കങ്ങൾ എന്ന രീതിക്ക് പറയും. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ വരുത്തി പുതിയ തുടക്കങ്ങൾ, പുതിയ കാര്യങ്ങൾ, ചിലപ്പോൾ ഈവൻ പുതിയ ചിന്തകളായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് നിങ്ങളുടെ മനസ്സിലെ ചില തോട്ട്സ് മാറ്റിയിട്ട് നല്ല എന്തെങ്കിലും ചിന്തകളുടെ മാറ്റങ്ങളായിരിക്കും, അല്ലാണ്ട് ഇപ്പോൾ വലിയ വലിയ മാറ്റങ്ങളാവണമെന്നില്ല. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് ചിലപ്പോൾ ഐഡിയാസ് വരാം, എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾ മുന്നോട്ട് നീക്കാവും, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക ലൈഫിൽ, അങ്ങനെ പലതും ആവാം. ആദ്യം നിങ്ങളുടെ ലൈഫിൽ പക്ഷെ ഒരു നല്ലൊരു സ്റ്റാർട്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഡെയിലി രാവിലെ എഴുന്നേറ്റ് ഒരു എക്സസൈസ് ചെയ്യാൻ തുടങ്ങി, അത് നിങ്ങളുടെ ഹെൽത്ത് നന്നാക്കും അല്ലേ. അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു ഐഡിയ വന്നു, ഓക്കെ, എനിക്ക് ഇന്ന ബിസിനസ്സിന് ഒരു ഐഡിയ വന്നു, ആ ബിസിനസ്സിൻ്റെ ഐഡിയ വന്നിട്ട് നിങ്ങൾ അതൊന്ന് ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. സോ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. സോ എന്താ വരാൻ പോകുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടായിട്ട് നല്ലൊരു എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും യൂണിവേഴ്സ് തരും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ചിലപ്പോൾ ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും. നിങ്ങൾ ജോലി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്ന് പറയും. ഓക്കെ, ഒരു എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു, പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കാൻ പോകുന്നു എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, സോ ആക്ച്വലി ഇവിടെ നമ്മൾ ആക്ഷൻ എടുക്കണം എന്നുകൂടി ഉണ്ട് കേട്ടോ. എനിക്ക് നിങ്ങൾ എന്തെങ്കിലും വിഷമിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഈ നമ്പേഴ്സ് കാണുകയാണെങ്കിൽ, ഈ പ്രത്യേകിച്ച് 111 ഒക്കെ കാണുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് ആ വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരും എന്ന രീതിക്കാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരും, നിങ്ങളുടെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ വരും എന്ന രീതിയിൽ ഒരു പ്രതീക്ഷ തരുന്നതായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോടെ ഇപ്പോൾ ജസ്റ്റ് ചുരുക്കി പറഞ്ഞു മാത്രം. ഓക്കെ, 111 ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താണ് സർപ്രൈസ് എന്താ തരാൻ പോകുന്നത് നോക്കാം. 4 of Cups, King of Air, Strength. Okay, and ഇവിടെ ഓക്കെ, അഗെയിൻ Ace of Wands ഉണ്ട് ഇവിടെ. പുതിയ തുടക്കം എന്ന രീതിക്ക് തന്നെയാണ് ഇത് കാണുന്നത്. എനിക്ക് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾക്ക് ഇല്ല, നിങ്ങളുടെ ഭയങ്കരമായിട്ട് ഐ തിങ്ക് നിങ്ങളുടെ ഫോക്കസ് ഉണ്ട്, ആ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് ഉണ്ട്. തിരിച്ചാണ് പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ഇല്ല. എനിക്കിവിടെ അങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട്, പക്ഷെ അതിന് വേണ്ട ആക്ഷൻസ് നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ അതിന് വേണ്ടി ശ്രമിക്കുന്നില്ല എന്നാണ് എനിക്ക് കാണുന്നത്. ആഗ്രഹമുണ്ട് നിങ്ങളുടെ മനസ്സിൽ, പക്ഷെ അതിന് നിങ്ങൾ ശ്രമം കൂടി വേണ്ടേ, നമ്മുടെ ഒരു എഫേർട്ട് കൂടി വേണ്ടേ, ആക്ഷൻ കൂടി വേണ്ടേ. ഓക്കെ, സ്ട്രോങ് ആയിട്ട് നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്ത് ആക്ഷൻ വേണം. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ലൈക്ക് ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷെ അതില്ല നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ച് മാത്രമാണ് നിങ്ങളുടെ ഫോക്കസ് പോകുന്നത്. എംപ്റ്റി കപ്സിലേക്കാണ്. ഓക്കെ, യൂണിവേഴ്സ് തരുന്ന വേറെ ശരിക്കും ഒരു ബ്ലെസ്സിങ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിച്ച് തരുന്നുണ്ട്, പക്ഷെ നിങ്ങളത് കാണുന്നില്ല, നിങ്ങളത് നോക്കുന്നില്ല. ഓക്കെ, കാരണം നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ എന്താ, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, യൂണിവേഴ്സ് നമുക്ക് തരാൻ തയ്യാറാവും. ഓക്കെ, ബട്ട് അത് സ്വീകരിക്കാൻ നമ്മളാണ് തയ്യാറാവാത്തത് എന്ന് പറയും. കാരണം എന്താ, നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഇല്ലാത്തതിലേക്കാണ് ഫോക്കസ് പോകുന്നത്. അപ്പോൾ ഉള്ളതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നില്ല. യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തോ നല്ല ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല. തരാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളത് കാണുന്നില്ല, നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തോ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾ കാണുന്നില്ല, അത് വരും എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പക്ഷെ പാസ്റ്റിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ വരാൻ പോകുന്നത് നിങ്ങൾ കാണില്ല. ഓക്കെ, മനസ്സിലാവില്ല നിങ്ങൾക്ക്. അപ്പം എന്താവും, അവസരം നഷ്ടപ്പെട്ടു പോകും.
അതാണ്ടാവുക. ഓക്കെ, നിങ്ങളത് നിങ്ങളുടെ ശ്രദ്ധ പാസ്റ്റിലേക്ക് ആയിക്കൊണ്ടിരുന്നാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നതിലേക്ക് അത് നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടു പോകും. അവസരങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ വന്നാൽ പോലും നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട്, എന്തോ തരാൻ റെഡി ആവുന്നുണ്ട്. ഒരു സർപ്രൈസ് ആയിരിക്കാം, നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കാം, നിങ്ങൾക്ക് തരാൻ റെഡി ആവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഫോക്കസ് നിങ്ങൾ മാറ്റണം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഇല്ലായ്മകളെ കുറിച്ച് പറയാനും നിർത്തുക. ഓക്കെ, ഉള്ള കാര്യങ്ങളിലേക്ക് ആദ്യം നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കൂ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതിന് കോൺസെൻട്രേഷൻ കൊടുക്കുക, അതിന് നന്ദി പറഞ്ഞു കൊടുക്കും. അപ്പം യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറെ ബ്ലെസ്സിങ് തരും. നിങ്ങളോട് ആക്ഷൻ എടുക്കാൻ കൂടിയാണ് പറയുന്നത്. നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ. എന്തെങ്കിലും വേണം എന്ന് വിചാരിച്ച് നമ്മൾ നഷ്ടപ്പെട്ട ഇനിയും അതിനെ നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ, ആക്ഷൻ കൂടി എടുക്കാൻ തയ്യാറാവണം. നിങ്ങൾ അതിന് വേണ്ട ഒരു ബോൾഡ്നെസ് നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ കുറെ കൂടി തയ്യാറായിട്ട് ലൈക്ക് ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ട് വേണം നിങ്ങൾ വരാൻ. ഓക്കെ, ആൻഡ് അതിനുള്ള സ്ട്രെങ്ത് നിങ്ങൾ ഗെയിൻ ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സ്ട്രെങ്ത് ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് നേടാൻ ഉള്ള എല്ലാ സ്ട്രെങ്ത്തും നിങ്ങളുടെ കയ്യിലുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള പവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിങ്ങനെ ഈ നഷ്ടബോധവും ആ ഒരു ഡിസപ്പോയിൻമെൻറ്റും വിഷമവും വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ലത് വരില്ല. ഓക്കെ, അപ്പം അത് നിങ്ങളുടെ ചിന്തകളെ മാറ്റാം. നിങ്ങളിങ്ങനെ ഈ ആലോചിച്ച് മാത്രമേ ഇരുന്ന അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ് സങ്കടത്തിൽ മാത്രമേ ഇരിക്കുന്നതിന് പകരം ആക്ഷൻ എടുക്കാനുള്ള തയ്യാറാവുക നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ എന്ത് അവസരം വന്നാലും എടുക്കൂ. അതിൽ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇത് ഇൻഡിപെൻഡൻ്റ് ആവുന്ന കാര്യം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ജോലി, ഞാൻ പറഞ്ഞ പോലെ ഓക്കെ, നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെട്ടിട്ട് മുമ്പ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലി നിങ്ങൾക്ക് കിട്ടും. ഒരു ഫൈനാൻഷ്യലി നിങ്ങൾ കുറെ കൂടി സ്റ്റേബിൾ ആയിട്ട് മാറും എന്നാണ് കാണുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് യൂണിവേഴ്സ് തരും തീർച്ചയായിട്ടും. ഓക്കെ, അതിനിവിടെ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. കാരണം ഇവിടെ കിങ് ഓഫ് പെന്റിക്കൽസും ഉണ്ട്, ക്വീനും ഉണ്ട്. കുറച്ച് പേർക്ക് മാരേജിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ മാരേജിൻ്റെ കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അത് വരുന്നുണ്ട്, ബ്ലെസ്സിങ് വരുന്നുണ്ട്. മാരേജ് നടക്കും എന്നാണ് കാണുന്നത്. ഇതുവരെ അപ്പം നടക്കാതെ പോയതൊക്കെ നിങ്ങൾക്കുള്ള ആയിരുന്നില്ല, അതുകൊണ്ടാണ് അത് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് പുതിയ ബിഗിനിങ്സ് യൂണിവേഴ്സ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കൊണ്ട് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് യൂണിവേഴ്സ് സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ബട്ട് അതിന് നിങ്ങൾ കൂടി പക്ഷേ ആ ഒരു സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ ഈ ആദ്യം നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റണം. ഓക്കെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് എപ്പോഴും നഷ്ടങ്ങളാണ്, ഞാൻ എന്ത് വിചാരിച്ചാലും നടക്കില്ല, ആ രീതിക്ക് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദയവായിട്ട് തരുന്ന ബ്ലെസ്സിങ് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, അത് വരുന്നുണ്ട്, പക്ഷെ അത് സ്വീകരിക്കാൻ നിങ്ങൾ മൈൻഡ് കൊണ്ട് റെഡി ആവണം. ആൻഡ് ആക്ഷൻസും നിങ്ങൾ എടുക്കണം. ഓക്കെ, യൂണിവേഴ്സ് ചിലപ്പോൾ വഴികളായിരിക്കും കാണിച്ചു തരാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ വഴികൾ തുറന്നു തരും. ഓക്കെ, അതിൽ ആക്ഷൻ എടുക്കേണ്ടത് പക്ഷെ കുറേയൊക്കെ നമ്മുടെ കയ്യിലും ഉണ്ടാവും. ഓക്കെ, നിങ്ങളും കൂടി അതിന് തയ്യാറായിട്ട് നിന്നാൽ മാത്രമേ ആ ബ്ലെസ്സിങ്ങിലേക്ക് എത്താൻ സാധിക്കൂ അല്ലേ. ചിലവർക്ക് പുതിയ ജോലി തുടങ്ങുന്നതാണ്, ചിലവർക്ക് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ഐഡിയാസ് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളൊരു കുറെ കൂടി അതിൽ നിന്ന് നിങ്ങൾ ഏർണിംഗ് വരുന്ന രീതിയിൽ പറയാം. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഞാൻ ഇത് ചെയ്യുന്നു എന്ന് മാത്രം റിവൈൻഡ് ചെയ്യാണ്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏർണിംഗ് വരും. കുറച്ച് പേർക്ക് പുതിയ ജോലി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഈവൻ മാരേജ് കമ്മിറ്റ്മെൻറ്റ് അതും കാണുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിറ്റി, ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഡിലിജൻസ്, യെസ്, ലീഡർഷിപ്പ്. നിങ്ങൾ ഇവിടെ കറേജ്, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറാവൂ. ഓക്കെ, കിങ് ഓഫ് സോർട്സ് എനർജിയാണ്. കിങ് ഓഫ് സോർട്സ് എനർജിയിൽ നിങ്ങൾ വരണം. കിങ് ഓഫ് സോർട്സ് ആൻഡ് സ്ട്രെങ്ത് കാർഡിൻ്റെ ആണ്. നിങ്ങൾ ധൈര്യം വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, നിങ്ങൾക്ക് വരാനുള്ളത് ദൈവം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ജോലികൾ നമ്മൾ ചെയ്തുകൊണ്ട് പോകാം. നമുക്ക് കടമയുണ്ട് ചിലത് ചെയ്യാൻ. ഓക്കെ, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യാതിരിക്കുക. റിസൾട്ട് ഓട്ടോമാറ്റിക്കലി ദൈവമായിട്ട് നിങ്ങൾക്ക് തന്നോളും. നല്ല ബ്ലെസ്സിങ് ആയിട്ട് യൂണിവേഴ്സ് തരും. നിങ്ങൾ വിട്ടുകളയാതെ, അതായത് നമുക്ക് എന്തെങ്കിലും നടക്കാതെ പോയി കഴിഞ്ഞാൽ ആ ഡിസപ്പോയിൻമെന്റ് ഞാൻ പറഞ്ഞില്ലേ, അതിൽ വിഷമിച്ച് നിങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ ചെയ്യാനുള്ളത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈവൻ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യപ്പെടും എന്ന രീതിക്ക് പറയാം. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അച്ചീവ്മെന്റ് നിങ്ങൾക്ക് വരുന്ന കാര്യമായിരിക്കാം. ഓക്കെ, ബിസിനസ് ചെയ്യുന്ന കാര്യമായിരിക്കാം. എല്ലാവരെയും ഒത്തുകൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ജോലികളുടെ എന്തെങ്കിലും ടൈപ്പ് ആയിരിക്കാം. ഓക്കെ, ഇവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ തിരിച്ചറിയാം, നിങ്ങളുടെ പവർ നിങ്ങൾക്ക് തിരിച്ചറിയാം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് നിങ്ങൾക്ക് തന്നെ എത്താൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ ഗിവ് അപ്പ് ചെയ്യാതിരിക്കാം. വിഷമിച്ച് പാസ്റ്റിലേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, അത് മനസ്സിലാക്കാം. നിങ്ങളെ തന്നെ മാറ്റിയെടുക്കുക, ഈ ചിന്തകൾ മാറ്റിയെടുക്കുക നിങ്ങളുടെ. ഐ തിങ്ക് അതാണ് വേണ്ടത് ആദ്യം. ഓക്കെ, സോ പൈൽ 2ലേക്ക് പോകാം. നമുക്ക് 444ലേക്ക് പോകാം. 444 ഏഞ്ചൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാറ് സാധാരണ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നാണ് ആദ്യത്തെ കാര്യം.
ഓക്കെ, ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെയുണ്ട്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. എന്ത് തന്നെ സംഭവിച്ചാലും നെഗറ്റീവ് സിറ്റുവേഷനിൽ പോലും ഓക്കെ, എന്തെങ്കിലും നെഗറ്റീവായിട്ട് നടക്കുന്നത് പോലും അത് നിങ്ങൾക്ക് എവിടെ ഒരു ബ്ലെസ്സിങ് ആണ് യൂണിവേഴ്സിൻ്റെ എന്നാണ് പറയാം. ഓക്കെ, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് ആൻഡ് നിങ്ങൾ അലൈൻ ആയിട്ട് വരാം. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട്, അതായത് അലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ സിറ്റുവേഷനും ഓക്കെ, അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈവൻ നെഗറ്റീവായിട്ട് എന്തെങ്കിലും വലിയ മേജർ വല്ല പ്രശ്നങ്ങളൊക്കെ നടന്നു, കാര്യങ്ങൾ അതും പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഓക്കെ, ആ സമയത്തും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആ സിറ്റുവേഷൻ ആവശ്യമാണ് നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ വരുത്താൻ. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ ചില സിറ്റുവേഷൻസ് ആവശ്യമാണ്. മോശമായിട്ട് തന്നെ നടക്കണം അത്, പക്ഷെ അതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നൊരു തരത്തിൽ നമുക്ക് ഇതെടുക്കാം, ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ട് എടുക്കാം. നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വരുന്നു എന്നെടുക്കാം. 4 എന്ന് പറയുമ്പോൾ നമ്മൾ അതാണ്, ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്ന രീതിക്കാണ്. ഓക്കെ, നിങ്ങൾ കുറെ കൂടി ലൈഫ് നിങ്ങളുടെ മെച്ചപ്പെടുമെന്ന് പറയാം. ഓക്കെ, നമുക്ക് നോക്കാം യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണ് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. 8 of Cups, Dreamer, Queen of Cups, 5 of okay. നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, ചില സിറ്റുവേഷൻ നിങ്ങൾ വിട്ട് കളയണോ, വിട്ട് മാറിപ്പോകണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, അത് ഒരുപാട് കോൺഫ്ലിക്ട്സ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും അടിക്കുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, കോൺഫ്ലിക്ട്സ് നിങ്ങളെ വല്ലാതെ ബോദർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഐ തിങ്ക് ചില സ്ഥലങ്ങൾ നമ്മൾ പറയില്ലേ, ചില വ്യക്തികളാവാം, ചില സിറ്റുവേഷൻസ് ആവാം. ആ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനുമാണ് തരുന്നത്. ഓക്കെ, അങ്ങനത്തെ സ്ഥലത്ത് നിന്നിട്ട് എന്താ കാര്യം, ഒന്നാമത്തത് അല്ലേ. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് അവിടെ. ഇവിടെ നിങ്ങളോട് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവണം എന്നാണ് പറയുന്നത്. പിന്നിൽ വിട്ട് കളയാൻ പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ടെൻഷൻസ് ആയിരിക്കാം. ഓക്കെ, ടെൻഷൻസ് വിട്ട് കളയാം, അല്ലെങ്കിൽ ലൈക്ക് ഓവർ തിങ്കിങ് നിങ്ങൾ ചെയ്യാതിരിക്കുക. വെറുതെ ആലോചിച്ച് നമ്മൾ പറയില്ല, ആങ്സൈറ്റി നിങ്ങൾ വിട്ട് കളയാം, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ നടക്കാതെ പോയ ചില അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ എന്തെങ്കിലും ലൈഫിൽ ബോദർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തൽക്കാലം വിട്ട് കളയാം. ഓക്കെ, അതായത് നിങ്ങൾ അതിനെക്കുറിച്ച് ബോദർ ചെയ്യാൻ നിൽക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അതിനെക്കുറിച്ച് വെറുതെ വറി ചെയ്യണ്ട, നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അങ്ങനെ വിട്ട് പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ അതായത് ടെൻഷൻസും കാര്യങ്ങളും പിന്നിൽ ഉപേക്ഷിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ ചില സിറ്റുവേഷൻസ് നമ്മൾ വിട്ട് മാറുന്ന തരത്തിൽ പറയും. ഓക്കെ, ചില സിറ്റുവേഷൻ മാറി നമ്മൾ എങ്ങോട്ടെങ്കിലും പോവാം, ഏതെങ്കിലും സ്ഥലം മാറി പോവുക എന്ന് പറയാം, എന്തെങ്കിലും പിന്നിൽ നമ്മൾ ഉപേക്ഷിച്ച് പോവുക എന്ന രീതിയിൽ പറയാം. ഓക്കെ, ഇതൊരു ഇമോഷണൽ മൂവിങ് ആണ് പറയാം. നമ്മൾ ഇമോഷണൽ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ മനസ്സുകൊണ്ട് ശരിക്കും നമ്മുടെ പിന്നിൽ വിട്ട് കളയുന്ന തരത്തിലാണ്. അത്രത്തോളം നമ്മൾ അതിൽ നിന്ന് മടുത്തിട്ട് ചിലപ്പോൾ വിട്ടു പോകുന്നതായിരിക്കാം. ഓക്കെ, ഇനി അവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇനി ഈ സിറ്റുവേഷൻ എനിക്ക് ശരിയാക്കാൻ പറ്റില്ല എന്ന രീതിക്കുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്ന സ്ഥലങ്ങൾ, കോൺഫ്ലിക്ട്സ് നിങ്ങളെ ലൈക്ക് പലരും നിങ്ങളെ ആരെങ്കിലും ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളെ വെറുതെ കുറ്റപ്പെടുത്തുക, എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറയുക, അത്തരത്തിലുള്ള ചില എൻവയറമെൻറ്റ് ഉണ്ടാവാം. നിങ്ങൾ എന്ത് ചെയ്താലും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തവർ, ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പല കാര്യങ്ങളും ആയിരിക്കാം. ജോലി സ്ഥലത്ത്, വീട്ടിൽ, ഫാമിലിയിൽ, എവിടെയാവാട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു അപ്രിസിയേഷനും കിട്ടാത്ത സ്ഥലങ്ങളായിരിക്കും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താലും നെഗറ്റീവ് മാത്രം കേൾക്കേണ്ടി വരുന്ന സ്ഥലങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പിന്നിൽ ഉപേക്ഷിച്ച് പോകാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളോട് മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതല്ലാത്ത സിറ്റുവേഷൻ, നിങ്ങൾക്കൊരു അപ്രിസിയേഷൻ കിട്ടാത്തൊരു സ്ഥലം, അല്ലെങ്കിൽ നിങ്ങളെ സ്ട്രെസ്സ് മാത്രം തരുന്ന ചില കാര്യങ്ങൾ, ഓക്കെ, അതിനെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് കളയാം. ഓക്കെ, ആൻഡ് നിങ്ങളോട് പറയുന്നത് ഫോളോ യുവർ ഡ്രീംസ് എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അത് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഡ്രീംസ് ഫോളോ ചെയ്യുക. മറ്റുള്ളവർ എന്ത് പറയുന്നു വിട്ട് കളയുക, അതിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കാൻ പോകണ്ട. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും. നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്താനൊന്നും സാധിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് ചിന്തിക്കുക, നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, ചോയ്സസ് നിങ്ങളെടുക്കുക, തീരുമാനങ്ങൾ നിങ്ങളെടുക്കുക. ഓക്കെ, നിങ്ങളുടെ സന്തോഷം എവിടെയാണ് കിടക്കുന്നത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക, അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ചിലപ്പോൾ ഒരുപാട് നിങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. നമ്മുടെ ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് കെയറിങ് വ്യക്തിയാണ്. ആ കെയറിങ് നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും പക്ഷേ നിങ്ങൾക്ക് ഒരു നല്ല സന്തോഷമായിരുന്നു ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള നിങ്ങളോട് പറയുന്നത് ചില സ്ഥലങ്ങൾ, ചില കാര്യങ്ങൾ, ചില വ്യക്തികൾ നിങ്ങൾ വിട്ട് കളയേണ്ടതുണ്ട്, നിങ്ങളോട് വിട്ട് മാറി പോകാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഡ്രീംസിലേക്ക് ചിലപ്പോൾ നിങ്ങൾ പോകുന്ന കാര്യമായിരിക്കും. അതായത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങളുടെ മനസ്സിൽ എന്താണ് സ്വപ്നങ്ങൾ, അതിനെ നിങ്ങൾ ചേസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അതാണ് വേണ്ടതും. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യുക. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട. ഓക്കെ, എല്ലാവരെയും സന്തോഷിപ്പിച്ച് വെക്കാൻ എപ്പോഴും നിങ്ങൾ ശ്രമിക്കുന്നത്, അതൊന്നും നിങ്ങൾ ചെയ്യാൻ മതി.
അതൊക്കെ ചെയ്താൽ മതി എന്നാണ് ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്തു, കുറേ ചെയ്തു, മതി, ഇനി മതി. ഓക്കെ, ഇനി അവനവനിലേക്ക് നോക്കുക, നിങ്ങളുടെ ഡ്രീംസ് എന്താ നോക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താ നോക്കുക, അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. ഓക്കെ, അവനവനെ ഒന്ന് കെയർ ചെയ്യുക എന്ന രീതിക്കും പറയാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ട് എന്ന രീതിക്കും പറയാം, അങ്ങനെയും പറയാം. സോ യൂണിവേഴ്സ് ഐ തിങ്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്ന നിങ്ങളുടെ ലൈഫിൽ ഒന്നുമില്ലെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ലൈക്ക് മുന്നോട്ട് പോകാൻ, അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഐ തിങ്ക് നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ഓക്കെ, ആക്ച്വലി 444 എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പം നിങ്ങൾ ഇത് വിട്ടു പോവാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് പോവുകയാണ്, നിങ്ങൾക്ക് കോൺഫ്ലിക്ട്സ് ഉണ്ടായി, ആരുടെടുത്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, നിങ്ങളൊരു സിറ്റുവേഷൻ മാറിപ്പോകാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാണെങ്കിൽ അവിടെ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സൈനായിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഇത് ആവശ്യമാണ്, ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ട്. ബട്ട് അത് നിങ്ങളെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? നിങ്ങളുടെ ഡ്രീംസിലേക്കാണ്. അത് നിങ്ങൾക്ക് നല്ലതാണ് വരാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നത് പ്ലാൻ ചെയ്യുക, തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് സന്തോഷങ്ങളിലേക്ക് എത്തും. അതാണ് ഇപ്പോൾ നമ്മളിവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതാണ് കൊണ്ടുവരാൻ പോകുന്നത്, നിങ്ങളെ അങ്ങോട്ടാണ് എത്തിക്കാൻ പോകുന്നത്. എനിക്ക് മേ ബി ചിലർക്ക് കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സ് ആവാം. എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളുടെ അടുത്തേക്ക് പോകുന്നതായിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, അല്ലെങ്കിൽ ലൈക്ക് ലൈഫിൽ തന്നെ നിങ്ങളെ ബോദർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി മേ ബി നിങ്ങൾക്ക് സന്തോഷം വരുന്നു എന്ന രീതിക്കും പറയാം. ഓക്കെ, നിങ്ങൾ സന്തോഷത്തിലേക്കും മുന്നോട്ട് നടക്കുന്നു എന്ന് പറയാം. ഓക്കെ, സോ പക്ഷേ അതിനുവേണ്ടി ചിലത് പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും. ഉപേക്ഷിക്കുന്ന സമയത്ത് പക്ഷേ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ വിഷമങ്ങളിൽ യൂണിവേഴ്സ് പക്ഷെ നിങ്ങൾക്ക് വേറെ ബെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വിട്ട് ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കാം, അങ്ങനെയാവാം. ഏഞ്ചൽ നമ്പർ 444 പ്രൊട്ടക്ഷൻ, യെസ്. എൻലൈറ്റൻമെന്റ്, വെരി ഗുഡ്. സോളിറ്റ്യൂഡ്, യെസ്. ഓക്കെ, വണ്ടേഴ്സ്, ഹാപ്പിനെസ് ആൻഡ് ഫ്രീഡം. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ ചിലത് പിന്നിൽ ഉപേക്ഷിച്ച് ലവ് അഗൈൻ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഐ തിങ്ക് യു ആർ ചൂസിങ് ലവ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ ചൂസ് ചെയ്ത് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചൂസ് ചെയ്ത് പോകുന്നതായിരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ഫ്രീഡം ഉണ്ട് ഇപ്പോൾ ചൂസ് ചെയ്യാൻ. ശരിക്കും 8 ഓഫ് കപ്സ് നമ്മൾ പറയാറുണ്ട്, നിങ്ങളുടെ കയ്യിൽ ചോയ്സ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഫ്രീഡം ഉണ്ട്. നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് തോന്നിയാൽ അത് വിട്ട് മാറി പോകാനുള്ള ഫ്രീഡം നിങ്ങൾക്കുണ്ട്. ഐ തിങ്ക് നിങ്ങളത് ചൂസ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, യു ആർ ചൂസിങ് ടു വാക്ക് അവേ ഫ്രം വാട്ട് ഈസ് നോട്ട് ഗുഡ് ഫോർ യു എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് നല്ലതല്ലാത്തതിൽ നിന്ന് നിങ്ങൾ വിട്ട് മാറി പോവാണ്. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ പ്രൊട്ടക്ഷൻ, യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതൊരു ഐ തിങ്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് വിട്ട് മാറി പോവുക എന്ന് പറയുമ്പോൾ പിന്നിൽ ഉപേക്ഷിച്ച് കളയുക എന്നൊക്കെ പറയുമ്പോൾ അത്ര എളുപ്പമല്ല അല്ലേ? നമുക്കൊരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരിക്കും അത്. ചിലപ്പോൾ നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട വല്ല കാര്യമായിരിക്കും നമ്മൾ വിട്ടു പോകുന്നത്. സോ അതുകൊണ്ടും നമുക്കൊരു വിഷമം ഉണ്ടാവും. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്ന പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക്, ഡോണ്ട് വറി. ഓക്കെ, എൻലൈറ്റൻമെൻറ്റ്, ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഐ തിങ്ക് നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമായിരിക്കാം. ആൻഡ് അത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന പോലെയാണ്. അതിന് ലേശം കുറച്ച് കാലം ചിലപ്പോൾ നിങ്ങളൊന്ന് ഒറ്റപ്പെട്ടേക്കാം. ഓക്കെ, ബട്ട് അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ ഒറ്റപ്പെടുത്തുന്നത് അങ്ങനെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വിട്ടുപോയി, വേറെ ആരെങ്കിലും വിട്ടുപോയി, നിങ്ങളുടെ ലൈഫിൽ നിന്ന് പലരും വിട്ടുപോകുന്നു, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എവിടെയോ അത് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയി എന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയും പറയാം. നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ യൂണിവേഴ്സ് തന്നതാണ്. ഓക്കെ, അത് അവർ നിങ്ങളുടെ ലൈഫിന് നല്ല അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തനിച്ചായി പോയി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമ്പോൾ അത് യൂണിവേഴ്സ് നിങ്ങളെ ഒരു സമയം തരുവാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ആ ഒരു സമയത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് സന്തോഷങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ തനിച്ചാക്കുന്നത്. ഓക്കെ, ഒരിക്കലും അതിൽ നമ്മൾ കംപ്ലൈൻറ്റ് പറയരുത്. ആ തനിച്ചാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കണക്കിന് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫോളോ ചെയ്യാനും ഒക്കെയുള്ള ഫ്രീഡം കിട്ടുകയാണ് നിങ്ങൾക്ക്. എന്ന് വേണമെങ്കിൽ എടുത്തോളൂ. ഓക്കെ, ഇവിടെ വണ്ടേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം യൂണിവേഴ്സ് എന്തൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് മാജിക്കൽ നിങ്ങൾക്ക് കാര്യങ്ങൾ, സന്തോഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഹാപ്പിനെസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും. സൺ കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ആൻഡ് അത് വളരെ നല്ല കാര്യമാണ്. ആൻഡ് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ ചെയ്യിക്കുന്നതായിരിക്കാം ഇതെല്ലാം. ഓക്കെ, എന്തെങ്കിലും വിട്ട് മാറി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ മെസ്സേജസ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.